എല്ലാവർക്കും സ്വാഗതം. ഈ തീരൻസ് പോഡ്കാസ്റ്റിന് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഫാന്റസി പ്രീമിയർ ലീഗിനെ കുറിച്ചിട്ടുള്ള ഷോ, ഫാന്റസി പ്രീമിയർ ലീഗ് ഷോ. ഇപ്പൊ നമ്മള് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തിരി ഉറക്കം തൂങ്ങിക്കിടക്കെന്ന് തോന്നുകയാണെങ്കിൽ സംശയിക്കണേ. ഞങ്ങൾ ചെയ്യുന്നത് ഇത്തിരി രാത്രിയാണ്, 1 മണി നേരത്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം കണ്ടെത്തി വരികയാണ്. അപ്പോ നിങ്ങൾ FPL കളിക്കാറുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഫാന്റസി പ്രീമിയർ ലീഗ് സൈറ്റ് ഒക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. FPL പ്രീമിയർ ലീഗ് ബേസ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിനെ നമ്മൾ ടീമിൽ സെലക്ട് ചെയ്ത് അവർ ഗോൾ അടിക്കുമ്പോഴും അവർ അസിസ്റ്റ് ചെയ്യുമ്പോഴും അവർ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുമ്പോഴൊക്കെ പോയിന്റ്സ് കിട്ടി. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന ആൾക്കാരും ജയിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കാം. ഒരു പ്രൈവറ്റ് ലീഗ് ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സ് മാത്രമുള്ള ലീഗ് ഒക്കെ ഉണ്ടാക്കി കളിക്കാൻ പറ്റുന്ന ഒരു രസമുള്ള കളിയാണ്. അപ്പൊ നമ്മള് ഫുട്ബോൾ കാണുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഫോൺ എടുത്ത് ആര് ഗോൾ അടിച്ചു, നമുക്ക് പോയിന്റ്സ് കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതൊരു ഗെയിം ആണ്, ഗെയിം പ്രീമിയർ ലീഗ് ബേസ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. അപ്പോ ഇത് ഞങ്ങളൊക്കെ എക്സ്പേർട്സ് ഒന്നും അല്ല. നിങ്ങളിപ്പോ FPL കളിച്ച് പരിചയമുള്ളവർക്ക് അറിയാം, ഒരുപാട് എക്സ്പേർട്സിന്റെ കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്, എക്സിലുണ്ട്, അതുപോലെ റീഡിറ്റിൽ കാണാം. ഇത് നമ്മളതൊന്നും അല്ല. നമ്മൾ സാധാരണ FPL കളിക്കുന്ന ആളുകൾ. ഇപ്പൊ നമുക്കൊക്കെ FPL ടീമുണ്ട്, നമ്മൾ വർഷങ്ങളായിട്ട് കളിച്ചു വരുന്നു. അവര് നമ്മൾക്ക് വലിയ റാങ്ക് ഒന്നും കിട്ടിയ ആൾക്കാർക്ക് കുറവുള്ളൂ. വിവേകാണ് കുറച്ച് നല്ല റാങ്ക് കിട്ടുന്ന ഒരു എക്സ്പെർട്ട് പറയാനുള്ളത് ഉണ്ടെങ്കിൽ, ബാക്കിയൊക്കെ നമ്മള് നോർമൽ നിങ്ങളുടെ പോലെ FPL കളിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ടീമിനെ കുറിച്ച് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോണു, ഞങ്ങള് ഏതൊക്കെ പ്ലേയേഴ്സിനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒപ്പം നമ്മുടെ ലീഗ് ഉണ്ട്, തീരൻസ് പോഡ്കാസ്റ്റിന്റെ ലീഗിന്റെ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഒരു സമ്മാനമൊക്കെ ഉണ്ടാവും. ഇതില് സീസൺ തീരുമ്പോൾ മിക്കവാറും ഒരു ജേഴ്സി, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജേഴ്സി ഒക്കെ സമ്മാനമൊക്കെ എടുത്ത്. അപ്പൊ അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അപ്പോ നിങ്ങളുടെ ടീമിനെ കുറിച്ച് പറയാം, ഞങ്ങൾ ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറയും. അത്രയുള്ള പരിപാടി. അപ്പൊ ഈ പരിപാടിയുടെ ഹോസ്റ്റ് ആയിട്ട് ഫമ്മു ആണ്. ഫമ്മു ആണ് ഈ പരിപാടിയുടെ ഹോസ്റ്റ്. ഞാൻ വെൽക്കം ചെയ്യാം. ഫമ്മു, യെസ്. സോ FPL ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ FPL എന്താണെന്നൊക്കെ സുദീപ് പറഞ്ഞു തന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് FPLിലേക്ക് എത്തിയത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് KK ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോഴൊന്നും അത്ര സീരിയസ് ആയിരുന്നില്ല. അതിനുശേഷം എൻ്റെ ബ്രദറും കൂടി എൻ്റെ FPL ജേർണിയിലേക്ക് പാർട്ടായപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയത്. ഞാൻ കയറിയിട്ട് കുറെ കാലമൊന്നും ആയിട്ടില്ല. ഇവിടെ 2007 തൊട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഈ റീസെന്റ് ആയിട്ട് 2019 ചെയ്തത്. ആൻഡ് 2022 സീസണിലാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അതിന് മുമ്പ് ജസ്റ്റ് ടീം ഇടും, ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ലൈക്ക് മറന്നു പോവും, ഡെഡ് ലൈൻ മിസ്സായി പോവും. അതുകൊണ്ട് പിന്നെ ഒഴിവാക്കി വിടും. അങ്ങനെയായിരുന്നു. പിന്നെയാണ് ഞാൻ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. ദാറ്റ്സ് മൈ FPL ജേർണി. മിത്രന്റെ ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ 2010-11 സീസണിലാണ് FPL കളിക്കാൻ തുടങ്ങിയത്. മിത്രൻ വൺ ഓഫ് FPL വൺ ഓഫ് ദ ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ് മിത്രൻ. മിത്രന്റെ കൂടെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് മിത്രൻ. കണ്ടിന്യൂ. 2010-11 ടൈമിൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ കോളേജിലെ പിള്ളേരൊക്കെ ആയിട്ട് ലീഗൊക്കെ തുടങ്ങും. പിന്നെ ആവേശമാണ്, പെട്ടെന്ന് ഫസ്റ്റ് ആവണം. അപ്പോൾ കുറെ നെഗറ്റീവ് എടുക്കും, കുറെ പണി കിട്ടും. പിന്നെ ട്രാൻസ്ഫേഴ്സ് ഒന്നും അങ്ങനെ വർക്കാവില്ല. ചില പ്ലേയേഴ്സ് ഒക്കെ നന്നായി കളിക്കും. പിന്നെ ഒരു 10-20-25 ആഴ്ച കഴിയുമ്പോൾ പിന്നെ മടുക്കും, പിന്നെ ഒഴിവാക്കും. പിന്നെ എല്ലാ കൊല്ലവും ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ലീഗ് വെച്ച് തുടങ്ങി. ഇങ്ങനെ എനിക്കിവിടെ 14-15 സീസണിലാണ് ടീമൊന്ന് അടിപൊളിയായിട്ട് ഒരു 100K റാങ്ക് കിട്ടിയത്. അത് സുവാരസ് അപ്പം മാരെ കളിയായിരുന്നു. അപ്പോൾ ബാക്കി ലിവർപൂൾ പ്ലേയേഴ്സിനെ കൊണ്ട് ഗുണമുണ്ടായി. അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഫ്രണ്ട്സിനോട് സീരിയസ് ആയി കളിച്ച് കുറച്ച് പൈസ ഒക്കെ കയ്യിൽ നിന്നിട്ട് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ടെൻഷനായി തുടങ്ങിയത്. ഇത് കളിച്ചില്ലേ, കയ്യിൽ നിന്ന് പൈസ പോവല്ലോ. സുദീപൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എന്തായി, കിട്ടിയില്ല, ഒന്നും ഗൂഗിൾ പേ ചെയ്തില്ല. അപ്പോ അതുകൊണ്ട് പൈസ പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീക്കും ശ്രദ്ധിക്കും, ആരാണ് എന്താണ് ചെയ്യുന്നത്, ആരാണ് കളിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ കളികളും കാണാൻ പറ്റും. അല്ലെ, ഇവിടെ കാണുന്നവർ വിചാരിക്കണ്ടേ നമ്മൾ ഈ ലീഗിന് പൈസ ഒന്നും ഇല്ലട്ടോ. ഇത് ഫ്രീ എൻട്രി ലീഗാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ചെറിയ ലീഗ്സ് ഉണ്ടാക്കി. അത് ചിലപ്പോ നമ്മള് ഒരു ചെറിയ പൈസക്ക് വെറുതെ രസത്തിന് അങ്ങനെയൊക്കെ കളിക്കും. അങ്ങനെയൊന്നും ആരും ഞങ്ങളങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. പൈസ വെച്ചൊന്നും ആരും ഇത് കളിക്കരുത്. ഇത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്ന ഒരു സാധനം എന്നുള്ളത് കണക്കാക്കി.
തീർച്ചയായും. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാ കളിയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ FPL ആണ് ഏറ്റവും അങ്ങനെ ഫുട്ബോൾ ഫോളോ ചെയ്യാൻ ഭയങ്കര രസം. അപ്പം ഏത് ചെറിയ ടീമിന്റെ കളിയാലും നമുക്ക് പ്ലേയേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഓക്കെ കളി എന്തായി, ആരെയും ഗോൾ അടിച്ചോ, ആരെയും അസിസ്റ്റ് വാങ്ങിയോ, അങ്ങനെ ഉണ്ടാവും. പിന്നെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ, ദുഃഖവും വേണ്ടേ. അപ്പൊ ലിവർപൂളിനെതിരെ വരെ, ലിവർപൂൾ മാഞ്ചസ്റ്റർ കളിയിൽ വരെ മാഞ്ചസ്റ്റർ പ്ലേയേഴ്സ് ഗോൾ അടിക്കാനും സ്ഥല പെനാൽറ്റി മിസ് ചെയ്യാനും വരെ നമ്മൾ ആഗ്രഹിച്ച ദിവസങ്ങൾ നമ്മളിൽ ഞങ്ങളില്ല മിത്രനായിരിക്കും, ഞങ്ങളില്ല. FPL ആരും വരുമ്പോ ഞാൻ വളരെ സീരിയസ് ആണ്, എനിക്ക് വളരെ സെൽഫിഷ് ആണ്, അതുകൊണ്ട് ഒരു മടിയില്ല അതില്. അപ്പൊ അങ്ങനെയാണ്. അപ്പം നമ്മളെ ഇടയിൽ ജെൻസിയാണ് വിവേക്, പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ മുമ്പ് FPL കളിക്കാൻ തുടങ്ങിയത് അല്ലേ വിവേക്? ഏത് ഇയർ ആയിരുന്നു മിത്രൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 10-11 2010. വിവേക് TVM റെഡ്സിന്റെ ലൈക്ക് ലീഡാണ്. FPL ആണെങ്കിലും TVM ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ ലീഡ് ചെയ്യുന്ന ആളാണ് വിവേക്. അപ്പൊ വിവേകാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും നോളജ് ഉള്ള ആള്. അപ്പൊ വിവേകിനായിരിക്കും കൂടുതൽ ഇൻപുട്ട് ഇതിൽ തരാൻ വേണ്ടി പറ്റുക. വിവേകിന്റെ ജേർണി പറ വിവേക്. ഞാന് ആക്ച്വലി കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയത് 2015 തൊട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനു മുന്നേ പേരിനൊക്കെ ടീം ഇടും, അഥവാ ആദ്യം ഞാൻ ടീം ഇട്ട് തുടങ്ങിയാലും അന്ന് ആക്ച്വലി ക്യാൻഡെ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെയാണ് ക്യാപ്റ്റൻ ഇട്ട് തുടങ്ങിയത്. നമ്മള് കളി കാണുമ്പോഴത്തേക്കും ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ ആരാണെന്ന് തോന്നുന്നു അവരെയൊക്കെ ക്യാപ്റ്റൻ ഇട്ടാണ് ആദ്യം ടീം ഇട്ടതൊക്കെ തന്നെ. അപ്പം ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ വെച്ചാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ അന്ന് ട്വിറ്റർ ഒന്നും നമുക്ക് എന്താണെന്നൊന്നും യൂസ് ചെയ്ത് പരിചയമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് പയ്യെ ഇതിന്റെ റൂൾസും ഇതും ഒക്കെ പയ്യെ പഠിച്ചാണ് കൺസിസ്റ്റന്റ്ലി ഇത് എന്താണെന്ന് മനസ്സിലാക്കി. ഒരു ടൈം 10K ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് മനസ്സിലായത് പെയ്ഡ് ലീഗ് എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് പയ്യെ വേറെ ഒരു പെയ്ഡ് ലീഗിലോട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു 10K ഫിനിഷ് കിട്ടി. എത്ര പെയ്ഡ് ലീഗിലുണ്ട് വിവേക് ഇപ്പോ? ഞാനൊരു 6-7 അങ്ങനെയൊന്നും പറയില്ല. വലിയ സങ്കേതം പോലെ കുറെ പെയ്ഡ് ലീഗ്സ് ഉണ്ട് വിവേക് കൊണ്ടു നടക്കുന്ന കുറെ പെയ്ഡ് ലീഗ്സ്. പക്ഷെ അതൊന്നും നമ്മളിവിടെ പറയില്ല കേട്ടോ. വിവേക് എല്ലാവരെയും നമ്മൾ ഒരൊറ്റ പെയ്ഡ് ലീഗ് നടത്തുന്നുള്ളൂ. ഓപ്പറേഷൻ തൂഫാൻ വന്ന് വിവേകിനെ പൊക്കാനുള്ള ചാൻസ് നമ്മളൊരു പാവപ്പെട്ട ഒരു പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുറച്ചൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതാണ് ഇതൊക്കെ. എല്ലാരും ഫാന്റസി പ്രീമിയർ ലീഗിലോട്ട് ഇനിയും ആൾക്കാര് നമ്മുടെ മലയാളികൾ കൂടുതൽ എത്തിച്ചേരണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന, അപേക്ഷ. ബാക്കി ലീഗ് ഫോളോ ചെയ്യുന്നവർ കൂടുതലും ഇനിയും വരണം. അതെ, അതിന് തുടങ്ങാൻ പറ്റിയ ലീഗാണ് നമ്മുടെ ടീറേറ്റ്സ് പോഡ്കാസ്റ്റ് ലീഗ്. അതിന് പറ്റിയ ലീഗ്. നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അതിന്റെ കോഡ് ഇവിടെ കൊടുത്ത്. ഞാൻ എടുത്ത് നോക്ക്, ഞാനും മിത്രനൊക്കെ ഏകദേശം ഒരേ സമയത്ത് തന്നെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ലിവർപൂൾ ഫാൻസിന്റെ ഓർക്കുട്ടിന്റെ ഒക്കെ സമയത്ത് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ ആക്ച്വലി FPL എത്തിയത്. ആ സമയത്ത് അതൊക്കെ ഇങ്ങനെ കളിച്ചു തുടങ്ങി. അങ്ങനെയാണ് നമ്മള് ഈ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഒരു ലീഗ് ഒക്കെ ഉണ്ടാക്കി കളിക്കുമ്പോഴാണ് ഒരു രസം വരും. അപ്പൊ എനിക്ക് ഓർമ്മകളൊന്നുമില്ല. അപ്പൊ ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മയുള്ളൂ. വിവേകിനും ഈ ഓർക്കൂട്ടൊന്നും അറിയില്ല കേട്ടോ, അത് വേറൊരു കാര്യം. വിവേകിന് അറിയോ വിവേക് ഓർക്കൂട്ട് എന്താന്ന്? ഓർക്കൂട്ടൊന്നും സിനിമയുള്ള അറിയാമല്ലോ. അതാണ്. അപ്പൊ രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മളെ പണ്ട് മുതൽ കളിച്ചു വന്നിട്ടും നമ്മൾ വിവേകിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. വിവേകൊക്കെ ഇപ്പൊ 10Kയുടെ ഉള്ളിലൊക്കെ വന്ന് ഞാന് ആകെ ഒരു തവണ 100Kയുടെ താഴെ വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ അതിന്റെ അടുത്തൊന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ കളിച്ചു വരിക. 2026 2010 തുടങ്ങി, 9-10 സമയത്ത് തുടങ്ങി, 26-27 എത്തി വന്നു. കിട്ടാശൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ടോ? അതൊരു രസം. ഫ്രണ്ട്സിന്റെ കൂടെ ചെറിയ പൈസക്ക് അവരെ ഇങ്ങനെ നമ്മള് ഒരുമിച്ചിരുന്ന് കളിക്കുന്നു. അതൊരു ബാറ്ററാണ് കൂടുതൽ. പൈസ പോകുന്നതും വരുന്നതിനും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം
ബാക്കിയുള്ള ആൾക്കാരെ കളിയാക്കുമ്പോൾ ഒരു ഫണ്ട്, അതൊക്കെയാണ് ഇതിന്റെ മെയിൻ. അതെ, നമ്മുടെ ഒരു പ്ലെയർ ചിലപ്പോ ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് റെഡ് കാർഡൊക്കെ കിട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഡബിൾ ഗെയിം വീക്കില് വന്നിട്ട് പ്ലേയേഴ്സ് ഗോൾ അടിക്കാണ്ട് വരിക, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് പരസ്പരം ഓരോ ഗെയിം വീക്ക് കഴിയുമ്പോൾ നമ്മള് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ഡിസ്കഷൻ ഒക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി ചെയ്യുക, അതൊക്കെ ബുള്ളി ചെയ്യുക. അതുപോലെ ചില പ്ലേയേഴ്സിനെ എന്താ പറയാ, അവർ വൂഡു മാജിക് ഒക്കെ കാണിക്കുന്ന പോലെ നമ്മുടെ ഒരു പ്ലെയർ നന്നായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ, അപ്പൊ ബാക്കിയുള്ളവര് പേടിയാവും, അയ്യോ സുദീപ് ഒരു പ്ലെയർ നന്നായിട്ട് കളിക്കും ഗോൾ അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് രസമായിട്ട് ഒരു റോള്. വിവേകിനെ നല്ല പ്ലെയറാണ്, അടിപൊളിയാണെന്ന് പറയുന്നത് തന്നെ ഇനി വിവേക് 1 മില്യൺ പോലും കാണാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. അങ്ങനെ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ കളിയുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഫൺ പാർട്ട്. അതാണ് ഇതിന്റെ ജേർണിയിൽ ഇങ്ങനെയുള്ള മെമ്മറീസ് ആണ്. അല്ല, അപ്പൊ ഫുട്ബോൾ ഒരു പ്രീമിയർ ലീഗ് വീക്കെൻഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ രസകരമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോകുന്നതിന്റെ ഒരു രസം അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മള് എല്ലാ FPL സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓരോ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് FPL. അപ്പം ഇപ്രാവശ്യത്തെ ചേഞ്ചസ് എന്തൊക്കെയാണ് വിവേക്? എന്തൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ FPL ചേഞ്ചസ് കാണുന്നത്? ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇയർ തന്നെ ഒരു മേജർ ചേഞ്ച് വന്നായിരുന്നു. ഡെഫ്കോൺ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. ഇപ്പോ 10 ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ തന്നെ ആദ്യം 2 പോയിന്റ്സ് കിട്ടും. ആ ഒരു ഡെഫ്കോൺ വന്നപ്പോൾ തന്നെ ആക്ച്വലി നമ്മൾ പണ്ട് കുറച്ച് നാൾ തൊട്ടേ കളിക്കുന്നവർക്ക് അതൊരു മേജർ ഇമ്പാക്ട് ഉണ്ടാക്കി. നല്ല രീതിയിൽ റാങ്കുകളെ എഫക്ട് ചെയ്തു. അവരുടെ സ്ട്രാറ്റജിയൊക്കെ നല്ലപോലെ പാളി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾ കീപ്പർ സേവ്സ്, ഐ തിങ്ക് 3 സേവ് വരുമ്പോഴത്തേക്കും 1 പോയിന്റ് വരും. പിന്നെ അതൊരു പുതിയ ചേഞ്ച് ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വേറെ ഒരു പെനാൾട്ടി സേവിന് 5 പോയിന്റ്സ്. ഒരു പെനാൾട്ടി, ഒരു ഷോർട്ട് സ്റ്റോപ്പർ, നല്ലൊരു പെനാൾട്ടി ഷോർട്ട് സ്റ്റോപ്പർ ആണെങ്കിൽ അതൊരു നല്ല റാങ്കിലോട്ട് എത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഐ കാൺ റെക്കമെൻഡ് എനിവൺ. എനിക്കത് അത്ര വിശ്വാസമുള്ള ഒരു കാര്യമല്ല. ഗോൾ കീപ്പേഴ്സിലൊക്കെ റിലേ ചെയ്യാന്ന് വെച്ചാൽ റിസ്കി ആണ്. മേ ബി പിക്ഫോർഡ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും പെനാൾട്ടി ഷോർട്ട് സ്റ്റോപ്പർ ഒക്കെ. കെല്ലഹർ, യാ. പിന്നെന്താ വെച്ചാ കഴിഞ്ഞ കൊല്ലായിരുന്നു. ഇപ്പം നമ്മളെ പോലെ കളിച്ചിട്ട് ഒരു 25 വീക്ക് 30 വീക്ക് ഒക്കെ ആയിട്ട് നിർത്തുന്ന എത്രയോ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ നെഗറ്റീവ് എടുത്തെടുത്ത് പണ്ടാറണങ്ങി പോയിന്റിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് കിട്ടിയ ആഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ FPL കളിക്കുന്നവരൊക്കെ അല്ലേ നമ്മള്. അപ്പൊ നമ്മളെപ്പോലുള്ള മുമ്പ് നമ്മളൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ ഇപ്പൊ കുറച്ചും കൂടി കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ കളിക്കുന്ന എല്ലാവർക്കും കുറച്ചും കൂടി ത്രൂ ഔട്ട് ദ സീസൺ എൻഗേജിങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചിപ്സ് കൂടുതലാക്കി. അത് ട്രിപ്പിൾ ക്യാപ്റ്റൻ ഉണ്ട്, 2 ബെഞ്ച് ബൂസ്റ്റ്, 2 വൈൽഡ് കാർഡ്, അങ്ങനെ കുറച്ചും കൂടി എൻഗേജ് ഇപ്പം കുറച്ച് പിന്നിൽ പോയാലും വീണ്ടും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പം മൾട്ടിപ്പിൾ ചിപ്സ് ആക്കി. അത് കുറച്ചും കൂടി ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്കി കൂടുതൽ ആളുകൾ. പിന്നെന്താ വെച്ചാൽ ഈ കുറെ പേര് സെയിം പ്ലേയേഴ്സിനെ തന്നെ പിക്ക് ചെയ്യുന്ന ഒഴിവാക്കാനാണ് ഡെഫ്കോൺ ശരിക്കും കുറച്ചും കൂടി ഡിഫെൻസീവ്ലി ഒക്കെ നന്നായി കളിക്കുന്ന പ്ലേയേഴ്സിന് കുറച്ചും കൂടി പോയിന്റ്സ് കൊടുത്തു. റെഗുലർ ആയിട്ട് ഡിഫെൻസീവ്ലി പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഡിഫെൻസീവില് കളിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഫോർവേഡ് ഒക്കെ ആയിരുന്നു കൂടുതലും. ഫുൾ ബാക്സിനെ, ഗോൾ അടിക്കുന്ന ഗോൾ ഡിഫൻഡേഴ്സിനെ അവരെയൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ചേഞ്ച് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത് തന്നെയാണ്. അതായത് ഈ ട്രാൻസ്ഫേഴ്സ്, നമുക്ക് 2 ട്രാൻസ്ഫേഴ്സ് വരെയാണ് നമ്മൾ ട്രാൻസ്ഫേഴ്സ് സേവ് ചെയ്ത് കിട്ടുക. ഇതിപ്പോ അങ്ങനെ അല്ലാണ്ട് കോഡ് ചെയ്യാൻ പറ്റും. ഒരു 5 ട്രാൻസ്ഫേഴ്സ് വരെ നമുക്ക് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് അത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു മിനി വൈൽഡ് കാർഡ് പോലെയൊക്കെ നമുക്ക് അങ്ങനെ വരുത്താൻ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോവാൻ പറ്റും. എന്താ വെച്ചാൽ ഒരു വീക്ക് നമ്മൾ മറന്നുപോയാലും ഇപ്പൊ 1-2 വീക്ക് ഇപ്പൊ മറന്നുപോയി ട്രാൻസ്ഫർ ഇതാക്കി കഴിഞ്ഞാൽ, മുമ്പാണെങ്കിൽ 2 ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാപ്സ് ആയി പോകും. ഇപ്പൊ അങ്ങനെ നൈസായിട്ട് ഓക്കെ ഞാൻ 3-4 ആഴ്ച മറന്നുപോയി, തിരിച്ചു വരുമ്പോ ഒറ്റയടിക്ക് 4-5 ട്രാൻസ്ഫർ കാണുമ്പോൾ ഹായ് ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് വീണ്ടും ക്യാച്ചപ്പ് ചെയ്യാന്നൊക്കെ എല്ലാവർക്കും തോന്നും. അപ്പം ശരിക്കും FPL ഇപ്പൊ കളിക്കാൻ തുടങ്ങിയപ്പോലും നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് FPL തരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു എല്ലാവരുടെയും ഗെയിമായി മാറുന്നുണ്ട്, കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇപ്രാവശ്യം. നമുക്ക് ഇപ്പൊ FPL നെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കളിക്കുന്ന
ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ FPL വെബ്സൈറ്റിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് റൂൾസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈസിലി നമുക്കത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, അതിൽ ജസ്റ്റ് പോയിട്ട് ഒന്ന് നോക്കിയാൽ നമുക്ക് ഓൾ ദ റൂൾസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് മിത്രനോടാണ്. ഇപ്രാവശ്യത്തെ പ്രൈസ് ഹാളൻഡിന്റെ ആണെങ്കിലും ബ്രൂണോന്റെയും ഗാബ്രിയലിന്റെ ഒക്കെ പ്രൈസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? ആക്ച്വലി ഓവർ പ്രൈസ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഒരുവിധം എല്ലാവരും നന്നായി പ്രൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ സല ഇല്ല, സല എന്ന് പറഞ്ഞാൽ വലിയൊരു മിസ്സാണ്. കാരണം മുമ്പ് സല ഓർ ഹാലൻഡ് എന്ന് പറഞ്ഞൊരു രീതിയിൽ വരെ കളി പോയിരുന്നു പലപ്പോഴും. അപ്പൊ ഇപ്രാവശ്യം ഹാലൻഡിന്റെ കൂടെ മറ്റുള്ള പ്രീമിയംസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരാൾക്കും ഒരു 3-4 പ്രീമിയം പ്ലേയേഴ്സിനെ, നല്ല പൈസയുള്ള പ്ലേയേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റരുത്. അപ്പൊ പിന്നെ ടീമുകൾ ഭയങ്കര സെയിം ആയിപ്പോകും. ഇപ്രാവശ്യം നല്ല രസമായിട്ട് ഹാലൻഡിന് നല്ല പ്രൈസ് വെച്ചു, ബ്രൂണോയ്ക്ക് നല്ല പ്രൈസ് വെച്ചു, ഗബ്രിയലിന് നല്ല പ്രൈസ് വെച്ചു. 3 പേര് ഓരോ പൊസിഷനിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോറിംഗ് പ്ലേയേഴ്സാണ്. അപ്പം 3 പേരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നല്ല പ്ലേയേഴ്സ് ബാക്കിയുള്ള, ഇപ്പം ഇസാക്ക്, പാമർ, സാക്ക, അങ്ങനത്തെ കുറേ പ്ലേയേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആണ് ഗെയിം. ഇപ്പം ഹാലൻഡിനെയും ബ്രൂണോനെ എടുത്തിട്ട് ഗബ്രിയലിനെ എടുക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ ഹാലൻഡിനെയും ഗബ്രിയലിനെ എടുത്തിട്ട് ബ്രൂണോനെ എടുക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് തന്നെ ഒരു സാക്കേനെയോ പാമറിനെയോ ഇസാക്കിനെയൊക്കെ അഫോർഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രീമിയത്തിൽ ഒരാളെ വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം ഡിഫൻഡേഴ്സ് ഒക്കെ തന്നെ 5.5-6 മില്യൺ ഒക്കെ ഉള്ള ഡിഫൻഡേഴ്സും ഈവൻ ഡെഫ്കോൺ ഒക്കെ കുറച്ചൊക്കെ തരുന്ന പ്ലേയേഴ്സ് പോലും 6.5 ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആക്കിയിട്ടുണ്ട് പ്രൈസിങ്. അപ്പൊ അതുകൊണ്ട് രസമായിരിക്കും ഇക്കൊല്ലം എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും. ഓക്കെ, ഇപ്പൊ സലാഹിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാണ്, സുദീപ്, ഡു യു മിസ് സല? എനിക്ക് എന്നെ കുറിച്ച് പറയണെങ്കിൽ ഐ എം സോ ഇമോഷണൽ അബൌട്ട് ദാറ്റ്. FPL ഇത്രയും കാലം നമ്മൾ കളിക്കുമ്പോഴത്തേക്കും, ഞാനിപ്പോ കുറെ ലോങ് ആയിട്ട് കളിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കളിക്കുമ്പോൾ എപ്പോഴും സല ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. വാട്ട് അബൌട്ട് യു? അതെ, സല വലിയ മിസ്സാണ്. കാരണം സല, ഹാലൻഡ് ഇതായിരിക്കും മിക്കവാറും ടീമിന് ഉണ്ടാവുക. ഞാൻ മിക്കവാറും ആർസണൽ ഡിഫൻഡേഴ്സിനെയൊക്കെ വളരെ കുറച്ചൊക്കെ എടുക്കുള്ളൂ, ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് എന്തായാലും ഹാലൻഡ്, സല 2 ക്യാപ്റ്റൻസി ഓപ്ഷൻ ഉണ്ട്. മിക്കവാറും ഞാൻ ഹാലൻഡിന് പകരം സലയെ തന്നെ ക്യാപ്റ്റനാക്കി പോവുക. ഈവൻ സലയുടെ കഴിഞ്ഞ സീസണിൽ വരെ പലരും സലയെ ഒഴിവാക്കി സലയുടെ വാല്യൂ ഒക്കെ താഴെ പോയിരുന്നു, എഫക്റ്റീവ് ഓണർഷിപ്പ് താഴെ പോയിരുന്നു. പക്ഷെ ഞാൻ സല എപ്പോഴും എടുത്തു വെച്ചിരുന്നു. അപ്പോ സല ഇല്ലാത്തത് വലിയൊരു മിസ് തന്നെയാണ്. പക്ഷെ അത് നോക്കുമ്പോ ബാക്കി പ്ലേയേഴ്സിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹാലൻഡ്, ഗബ്രിയൽ, അതുപോലെ ബ്രൂണോ, 3 പേരും കൂടി 35.5 വാല്യൂ. പിന്നെ ബാക്കി 64.5 12 പ്ലേയേഴ്സിനെ ഉണ്ടാക്കുന്നതിന്റെ അവസ്ഥയാണ്. അപ്പൊ അത് ആക്ച്വലി നല്ലതാണ്. ടീംസ് ഒക്കെ ഓപ്പൺ ആയി. ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്രീമിയം പോയിട്ടുള്ളൂ, മറ്റ് 2 പേരെ ഒഴിവാക്കിയിട്ടൊക്കെയാണ്. അപ്പൊ എന്നാൽ തന്നെ ലോയൽറ്റി ഒരു സാധനമാണ്. സല പോയാലും നമുക്ക് ലിവർപൂളിന്റെ പ്ലേയേഴ്സ് ആരെയും വേണമല്ലോ, ലിവർപൂൾ ഫാനായിട്ട്. അത് കാരണം എന്റെ ടീമില് 3 ലിവർപൂൾ പ്ലേയേഴ്സ് ഉണ്ട്. മാക്സിമം 3 പേരെ പറ്റുള്ളൂ ഒരു ടീമിൽ. അത് 3 പേരെ എന്റെ ഉള്ളത്. അപ്പോ ആ രീതിയിൽ തന്നെ ചെയ്തു പോവാനെന്നുള്ള ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ പക്ഷെ എന്നാലും നമുക്ക് ലോയൽറ്റി ഉണ്ടെങ്കിലും ഒരു റൈവൽ പ്ലേയേഴ്സിനെ എടുക്കാനിരിക്കാൻ നമുക്ക് തോന്നില്ല. കഴിഞ്ഞ വർഷം ബ്രൂണോ ഇല്ലാണ്ട് കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബ്രൂണോനെ ആദ്യം താല്പര്യം പിന്നെ കൊണ്ടെത്തി വന്നു. പക്ഷെ ഇത്തവണ അതുപോലെ അതനുസരിച്ചുള്ള റൈവൽ പ്ലേയേഴ്സിനെ പലരും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതില്ലാണ്ട് പറ്റില്ല. കാരണം ഈ കളി ജയിക്കണമെങ്കിൽ അത് വേണം. ഒരു കാലം വരെ ഞാൻ റൈവൽ യുണൈറ്റഡ് പ്ലേസിനൊന്നും എടുക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായി ജയിക്കണമെങ്കിൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ലെവലിൽ എത്തിയപ്പോഴാണ് ഞാൻ യുണൈറ്റഡ് പ്ലേസിനെ എടുക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞ എന്റെ സ്കോർ കൂടാനും തുടങ്ങിയത്. കൂട്ടത്തിലെ മറ്റേ തല്ലുള്ളി ഞാനാണ് യുണൈറ്റഡ് പ്ലെയറിനെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ ലിവർപൂളിനെതിരെ ഒരു ഗോളെങ്കിലും അടിച്ച് ലിവർപൂൾ ജയിച്ചോട്ടെ. പക്ഷെ 3-2 യുണൈറ്റഡ് തോറ്റാലും മതി, 2 ഗോൾ യുണൈറ്റഡ് അടിക്കട്ടെ വിചാരിച്ച് കളിക്കുന്ന ആളാണ്. നോക്കിയിട്ട് കാര്യമില്ല. കളി ജയിക്കാനായിട്ട് നമ്മൾ എന്തും ചെയ്യണം. വിവേകാണ് ഇവിടെ എന്തും കാണിക്കും. വിവേകിന്റെ ടീമില് ലിവർപൂൾ പ്ലേയേഴ്സേ ഉണ്ടാവില്ല. ചെൽസി പ്ലേയേഴ്സ് അല്ലെങ്കിൽ യുണൈറ്റഡ് പ്ലേയേഴ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റി പ്ലേയേഴ്സ്. ലിവർപൂൾ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. അതാണ് വിവേകിന്റെ സീക്രട്ട് ഓഫ് FPL. എപ്പോഴും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. നമ്മള് പ്രസക്തി ഇല്ലല്ലേ? ലോയൽറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടേബിളിൽ നോക്കിയാൽ മതി. നമ്മൾ ഫസ്റ്റ് എത്താൻ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള അണ്ടർ വാല്യൂഡ് പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണ്.
സുദീപ് അണ്ടർ വാല്യൂഡ് പ്ലേയേഴ്സ് ആയിട്ട് ആരൊക്കെയാണുള്ളത് നമ്മൾ ഇപ്പോഴത്തെ FPL? ഇപ്പോഴത്തെ FPL നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റേറ്റാണ് ഒന്ന് തോന്നിയത് വളരെ അണ്ടർ വാല്യൂഡ്. 6.5 ഉള്ളൂ അല്ല മറ്റേറ്റ കുറവാണ്. അതൊരു വേർഡ്സ് ഓക്കെ 7.5 ഞാൻ കുറച്ചും കൂടി 8.5 ഒക്കെ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് കുഴപ്പമില്ല. പല ഡിഫൻഡേഴ്സ്, ഒരുപാട് ഡിഫൻഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നൊന്നുമല്ല 4.5 ഉള്ള ഒരുപാട് കിടിലൻ ഡിഫൻഡേഴ്സ് ഉണ്ട്. അത് ഇപ്പോ ഡെഫ്കോണും കൂടി ഒക്കെ ഉള്ള കാരണം അത് വളരെ ഇതായിട്ട് തോന്നി, കറക്റ്റ് അല്ല എന്നുള്ളത്. പിന്നെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നത് പാമർ ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. പാമർ 9.5 എന്നുള്ളത് കുറച്ച് കടുപ്പാണ്. അതെനിക്ക് തോന്നുന്നില്ല അത്രയധികം ആൾക്കാർ എടുക്കുന്നത്. പാമർ അവിടെ ഒബ്വിയസ്ലി 7.5 ഉള്ള റോജേഴ്സ് ഉണ്ട്. അത്രയും കൂടി അറ്റാക്കിംഗ് ആയിട്ടുള്ള ടീമിൽ ആസ്റ്റൺ വില്ലേക്കാളും കുറച്ചും കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമിലെ റോജേഴ്സിന് ആ 7.5 എന്നുള്ള വാല്യൂ ഇത്തിരി അണ്ടർ ആയിട്ട് എനിക്ക് തോന്നി. ഒരു 8 ഒക്കെ വേണ്ടതായിരുന്നു. ഇപ്പോ എംബോമെ, കുഞ്ഞ അവർക്കൊക്കെ ഉള്ള പ്രൈസ് തന്നെയായിരുന്നു കുറച്ചും കൂടി ആപ്റ്റ്. പിന്നെ പല ഫോർവേഡ്സ് 6 ഒക്കെ ഉള്ള ഫോർവേഡ്സ് പലരും ഉണ്ട്. അപ്പൊ ചിലർക്ക് 6.5 ഒക്കെ ആക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി. പക്ഷെ എന്നാലും ഓക്കെ, ഞാൻ ആക്ച്വലി പ്രൈസിന്റെ കാര്യത്തില് ഒരു ഇതൊക്കെ ഹാപ്പിയാണ്. ഈ ഇസാക്കിന്റെ പ്രൈസ് 9 വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ സീസണൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ 8 അല്ലെങ്കിൽ 8.5 ഒക്കെ പ്രൈസ് കുറച്ചും കൂടി കുറയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നാറുണ്ട്. സുദീപിന് ടെൻഷൻ ഇല്ല, കാരണം രണ്ട് പ്രീമിയം ജിങ്സ് ചെയ്യാനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ആരെടുത്താലും ഹാപ്പിയാണ്. സുദീപിന് 2 പ്രീമിയം ഉള്ളു. സുദീപിന് ബ്രൂണോയോ ഹാലൻഡോ ആരോ ഒരാളില്ല. അപ്പൊ സുഖല്ലേ? അപ്പൊ പിന്നെ ഞാനിപ്പോ പറയില്ല, ടീം വരും പറയും ഏത് പ്രീമിയറുള്ളത്. അപ്പൊ സുദീപിന് ഇസാക്കിനെ വേണം, ബാക്കി എല്ലാരും വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു 2-3 ഇപ്പൊ ഞാൻ 3-4 ക്വസ്റ്റനിലും നല്ല ഒരു ചീപ്പർ അല്ലെങ്കിൽ നല്ല വാല്യൂ ഫോർ മണിയുള്ള പ്ലേസ് പറയാം. എനിക്ക് തോന്നുന്നു കാൽവെർട്ട് ലൂയിൻ നല്ല വാല്യൂ ഫോർ മണിയാണ്. കാരണം 6 മില്യണേ ഉള്ളൂ. ബാക്കി 6 മില്യൺ ഫോർവേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കാൽവെർട്ട് ലൂയിന് പെനാൽറ്റി ഉണ്ട്. കാൽവെർട്ട് ലൂയിൻ അത്യാവശ്യം ലിങ്കപ്പ് പ്ലേ കളിക്കും, അത്യാവശ്യം അസിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന പ്ലെയറാണ്. ലാസ്റ്റ് പ്രീ സീസൺ മാച്ചിൽ ഗോൾ അടിച്ചിൽ 2 അസിസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളി ഏകദേശം 80-90 മിനിറ്റ്സ് കളിക്കും. മറ്റ് ഇപ്പം ഈഗോർ ജീസസിനെയോ അല്ലെങ്കിൽ ബ്രോബിനെയൊന്നും പോലല്ല, അവരെ കുറച്ചും കൂടി സബ് ഔട്ട് ചെയ്ത് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാൽവെർട്ട് ലൂയിൻ 6 മില്യണ് മോശമില്ല, നല്ല പ്ലെയറാണ്. പിന്നെ മിഡ്ഫീൽഡിൽ എനിക്ക് 2 പ്ലേയേഴ്സ് നല്ല ഇഷ്ടമാണ്. ഒന്ന് മമ്മദു സംഗാരെ, കാരണം കഴിഞ്ഞ കൊല്ലം ആൻഡേഴ്സൺ മാറെ കളിയായിരുന്നു. എലീറ്റ് ആൻഡേഴ്സൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി. എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ബെസ്റ്റ് സ്കോറിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു. കാരണം ഡെഫ്കോൺ കിങ് ആയിരുന്നു. കാരണം തൊട്ടാ ഡെഫ്കോൺ ആയിരുന്നു ആൻഡേഴ്സൺ. പിന്നെ ഇടയ്ക്ക് ഒരു അസിസ്റ്റും കിട്ടും. ഇപ്പൊ നല്ല ഡെഫ്കോൺ നല്ല അസിസ്റ്റും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ നല്ല ബോണസും കിട്ടും. അപ്പം അങ്ങനെ കളിക്കുന്ന പ്ലെയറാണ് മമ്മദു സംഗാരെ. 5.5 ഉള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും 5ഉം 5.5 ഒക്കെ ഉള്ള ആരെ കിട്ടിയാലും നല്ലതാണ്, കാരണം ബാക്കി കുറെ പ്രീമിയംസ് ഉള്ളതാണ്. അപ്പം സംഗാര നല്ല പ്ലെയറാണ്. പിന്നെ ഡിഫൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 5 മില്യണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മറോവിച്ചും റോഡോണും നല്ല പിക്സ് ആണ്. പിന്നെ വുസ്കോവിച്ച് നല്ല പിക്കാണ്. വുസ്കോവിച്ചിന് ബുണ്ടസ് ലീഗയിൽ എന്തോ 70% എന്തോ ഡെഫ്കോൺ എന്തോ ഉണ്ട്. അതിൽ 70% മാച്ചിലും ഡെഫ്കോൺ അടിക്കും. അത് കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സെനേസി ലെവൽ ഐറ്റമാണ്. അപ്പോൾ വുസ്കോവിച്ച് വേറെ ലെവലായിരിക്കും. സ്പേഴ്സ് എന്തിനാണാവോ അവനെ കൊടുത്തത്. എന്നിട്ട് സ്പേഴ്സ് 10-200 മില്യണ് വേറെ പ്ലേയേഴ്സിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗോൾ കീപ്പറിൽ എനിക്ക് തോന്നുന്നു കിൻസ്കി നല്ല ബൈ ആയിരിക്കും. 4.5 ഉള്ളു. അപ്പം ഇവരൊക്കെ അത്യാവശ്യം കുറവ് പൈസ ഉള്ള പ്ലേയേഴ്സ് ആണ് നമുക്ക് വേണ്ടി വരും ഉള്ള പ്രീമിയംസിനൊക്കെ എടുക്കണമെങ്കിൽ. വിവേക്, അതേപോലെ സമ്മർ സൈനിങ്ങിലെ മോസ്റ്റ് എക്സൈറ്റഡ് പ്ലെയർ ആരാണ് വിവേകിന്? സമ്മർ സൈനിങ്ങില് ഗൊൺസാലോ ഗാർസിയ ഞാൻ ഒന്ന് നോക്കുന്നുണ്ട്. ആക്ച്വലി ഒന്നാമത് അർബലോവയുടെ അണ്ടറിലാണ് ഗൊൺസാലോ ഗാർസിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫുൾഹാം ആയതുകൊണ്ട് എനിക്ക് അത്ര ഓവർ എക്സ്പെക്ടേഷൻസ് ഇല്ല. പിന്നെ മോർഗൻ റോജേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ചെൽസിയിൽ. അപ്പോൾ ഈ ഒരു എസ്പെഷ്യലി ചെൽസി അറ്റാക്കിന്റെ കൂടെ അണ്ടർ സാബി വരുമ്പോഴത്തേക്കും നല്ല റിട്ടേൺസ് വരണം എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. പിന്നെ വേറെ നമ്മുടെ തന്നെ ജാക്വറ്റ്, എനിക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്.
എന്തായാലും ഇനിയിപ്പോ ഒരു വൗ പ്ലെയർ ഒന്നും അങ്ങനെ പ്രീമിയർ ലീഗിലേക്ക് വന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ വരുന്നതേ ഉള്ളൂ ആക്ച്വലി. നമുക്ക് ഇപ്പോഴേ പറയാം, ഇനിയിപ്പോ സിയോൺ സുസുക്കി ഒക്കെ അനൗൺസ് ചെയ്തതല്ലേ ഉള്ളൂ എന്നൊക്കെ. അനൗൺസ് ചെയ്താലേ നമുക്ക് ആക്ച്വലി പോഡ്കാസ്റ്റ് കുറച്ച് ഏർലി ആണ്. നമുക്കിനി അത് ബാക്കി നെക്സ്റ്റ് വീക്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അതെ, അല്ല അത് പറഞ്ഞ നമ്മുടെ ഈ ടീമൊക്കെ പൊളിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഏർലി വൈൽഡ് കാർഡ് ഒക്കെ എടുക്കേണ്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ബാർക്കോളെ ടീമിലേക്ക് ഉണ്ടാകുന്നത്. ബാർക്കോള വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഗോളും അസിസ്റ്റും ഒക്കെ ഉണ്ടാവും. അതുപോലെ വിനീഷ്യസ് വരുന്നു പറഞ്ഞ് കേട്ടിരുന്നു. വിനീഷ്യസ് വന്നിരുന്നെങ്കിലും അതും കിട്ടു ഒരു ഓപ്ഷനായി മാറിയിരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഒരു അങ്ങനെയുള്ള വാവ് പ്ലേയേഴ്സ് ഇല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നത് ശരിക്കും. അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല ഇതിനുള്ള സീസണിൽ. എല്ലാവരും അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുമോന്ന്, എത്ര ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ ആണ്, അതുപോലെ തന്നെ ആഴ്സണലില് എത്ര ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റൂല. ആഴ്സണലിന് 30 പ്ലേയേഴ്സ് ഉണ്ട്. ഇനി അവർ കോൺസൈന് സൈൻ ചെയ്യണം. അവർക്ക് ഓരോ പൊസിഷനിൽ 2-3 പ്ലേയേഴ്സ് ഉണ്ട്. ആര് സ്റ്റാർട്ട് ചെയ്യുന്ന അവർക്കെന്നെ അറിയില്ല. അവർക്ക് അറിയില്ല. അതാണ് നമുക്ക് നമ്മുടെ ടീം നോക്കാം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എങ്ങനെയുണ്ട് നോക്കല്ലായിരുന്നു. ഫസ്റ്റ് ആരുതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? കുറച്ച് ചീത്ത പറയട്ടെ. അതെ, ഇത് എന്റെ ടീമാണല്ലോ, നല്ല കണ്ടുപരിചയം. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ചിപ്പാണ് ബെഞ്ച് ബൂസ്റ്റ്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നെന്ന് വിചാരിക്കുന്ന ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വീക്കെൻഡ് കളിച്ച് ഒഴിവാക്കാനാണ് ഒരു പ്ലാൻ. അപ്പോൾ ഗാരി ഒനീലിന്റെ കീഴിൽ ഇപ്സ്വിച്ച് നന്നായി കളിക്കും ഡിഫൻസീവ്ലി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ലൈഫ് ഡേവിസും ഉണ്ട്, ഷെർപ്പനും ഉണ്ട്. റോഡോൺ നല്ല ഡെഫ്കോണൊക്കെ തരുന്ന 4.5 മില്യൺ മാത്രമുള്ള ലീഡ്സ് ഡിഫൻഡറാണ്. അപ്പം ഹോപ്പ്ഫുള്ളി പ്രീ സീസണിലുള്ള കളി ഫസ്റ്റ് ഗെയിമിലും തുടർന്ന റോഡോണും നന്നാവും. സങ്കാര നല്ല ഡെഫ്കോണാണ്. അപ്പോൾ അതാണ് എൻ്റെ ബെഞ്ച് ടീം. അതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ് ഉള്ളത് ജാക്കെ ഒരു അൺനോൺ ജെമ്മാണ്, അല്ലെങ്കിൽ ലെസർ പിക്ക് ജെമ്മാണ്. 5 മില്യണേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിശ്വാസം. ജാക്കെ അടിപൊളി പിക്കാവും. പിന്നെ കാലിഫിയോറി മഗ്വയറൊന്നും പിന്നെ ഒരു ഇതെല്ലാ ടീമിലുള്ളതാണ്. നല്ല ഫിക്സ്ചേഴ്സ് ഉണ്ട് മഗ്വയറിന്. പിന്നെ ഗ്രോസ്, ബ്രൂണോ, സൊബോസ്ലായ്, കാൽവെർട്ട് ലൂയിനൊക്കെ മൾട്ടിപ്പിൾ റൂട്ട്സ് ടു പോയിന്റ്സ് ഉണ്ട്. അതായത് സെറ്റ് പീസസ്, പെനാൽറ്റീസ്, കോർണേഴ്സ്, ഫ്രീ കിക്സ്, അങ്ങനെ മൾട്ടിപ്പിൾ റൂട്ട്സ് ടു പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നമുക്ക് പോയിന്റ് കിട്ടും. എംബുവാമാനെ ഞാൻ എടുത്തിരിക്കുന്ന ഫസ്റ്റ് 2 കളിയും പ്രൊമോട്ടഡ് ടീംസാണ്. അപ്പം ഹൾ സിറ്റിയും ഇപ്സ്വിച്ചും. അപ്പോൾ അതിനേക്കാൾ നല്ലൊരു സ്റ്റാർട്ട് വരാനില്ല. ഹൾ സിറ്റി കഴിഞ്ഞ കൊല്ലം ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഏറ്റവും മോശം ഡിഫൻസിൽ വന്നായിരുന്നു. അപ്പം അതിലാണ് നമ്മളെ ഹോപ്പ്. പിന്നെ ഫ്രണ്ട് 3 ഒരുവിധം ദേ ഓൾ പിക്ക് ദംസെൽസ്. അപ്പം ജോ പെഡ്രോ നല്ല ഫോമാണ് പ്രീ സീസൺ. ഹാലൻഡ് ഈസ് ഹാലൻഡ്. കാൽവെർട്ട് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ റൂട്ട്സ് ടു പോയിന്റ്സ് 6 മില്യണേ ഉള്ളൂ. അപ്പം ഇതാണ് ഇപ്രാവശ്യം FPL 10K ഫിനിഷ് ചെയ്യാൻ പോകുന്ന ടീം. അതെ, ഈ ടീം കണ്ടിട്ട് ഓക്കെ. യുണൈറ്റഡ് പ്ലേയേഴ്സിന്റെ നിറച്ച് യുണൈറ്റഡ് പ്ലേയേഴ്സ് ആണ്. നല്ല ടീമാണ്. എനിക്ക് ഗ്രോസിന്റെ കാര്യത്തിൽ മാത്രം ഒരു ഡൗട്ട്. ഗ്രോസ് ഈ യൂറോപ്യൻ കോമ്പറ്റീഷനുള്ള കാരണം എത്ര കളി കളിക്കുന്നുള്ളത്. പക്ഷെ കളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ഗ്യാരണ്ടീഡ് അസിസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ ടീം ഇഷ്ടമായി. ഈ ടീം നല്ലൊരു പിക്കാണ് ആക്ച്വലി. എല്ലാവർക്കും കോപ്പി അടിക്കാൻ പറ്റുന്ന ടീമുണ്ടോ? ഞാൻ എന്റെ എല്ലാ ഡ്രാഫ്റ്റിലും ഗ്രോസിനെ എടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഇത് ആരുടെ ടീമാന്ന് വെച്ചാൽ ഇത് എന്റെ ടീമാണ്. എന്റെ ടീം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ പ്രീമിയം ഹാലൻഡ്. ഹാലൻഡിനെ മാത്രം വെച്ചാണ് പോണത്. ഹാലൻഡ് ഉണ്ട്. അത് കാരണം തന്നെ എനിക്ക് മിഡ്ഫീൽഡേഴ്സ് ഞാൻ കുറെ നോക്കി. മിഡ്ഫീൽഡേഴ്സ് എനിക്ക് ഞാൻ നോക്കി യാവോ പെട്രോ വേണോ റോജേഴ്സ് വേണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യാവോ പെട്രോ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് കാരണം യാവോ പെട്രോനെ വെച്ചു. എന്തായാലും റോജേഴ്സ് അസിസ്റ്റ് ചെയ്താലും യാവോ പെട്രോ കൊള്ളിക്കുക, യാവോ പെട്രോ അസിസ്റ്റ് ചെയ്താൽ റോജേഴ്സ് കൊള്ളിക്കും. അപ്പൊ അത് കാരണം അങ്ങനെ മറക്കാവെന്ന് വിചാരിച്ചിട്ട് ഇസാക്കിനെ കൊണ്ടുവരാന്ന് വെച്ചു. ഇസാക്ക്
മറ്റ് പ്രീമിയം പല ഓപ്ഷൻസ് ഞാൻ പേരുകൾ ഇങ്ങനെ നോക്കി പോയി. എനിക്ക് നോക്കിയപ്പോ ഇസാക്കാണ് കുറച്ചുകൂടി അത് ഫിറ്റ് ചെയ്യാൻ തോന്നി. ഓഫ്കോഴ്സ് അത് കാരണമാണ് ബ്രൂണോനെ ഒഴിവാക്കി, ബ്രൂണോനെ മാറ്റി ഇസാക്കിനെ ആക്കി. അങ്ങനെ വേർഡ്സിനെ കൊണ്ടുവന്നു. വേർഡ്സും ലിവർപൂളിന്റെ പ്ലെയർ കർക്കസ് ഇത്തവണ നമുക്കറിയാം റയോളയുടെ കൂടെ അറ്റാക്ക് ചെയ്താൽ കളിക്കാറ്. ആ രീതിയിൽ തന്നെ സ്ലോട്ടിന്റെ പോലെയുള്ള കർക്കസ് ആയിരിക്കില്ല അത്. ഇത് ഒരുപാട് അസിസ്റ്റുകളും ചിലപ്പോൾ ഗോളൊക്കെ അടിക്കാൻ ചാൻസ് ഇല്ല. സുദീപിന്റെ ടീമിന്റെ പേര് എന്തായിരുന്നു? എന്റെ ടീമിന്റെ പേര് DPR കർക്കസ്ലാണ്. എന്റെ ടീമിന്റെ പേര് ചോദിക്കാത്ത? എന്റെ ടീമിന്റെ പേര് ചോദിക്കും. അല്ല, സുദീപിന്റെ ടീമിന്റെ പേര് ചോദിക്കാനുള്ള റീസൺ ഉണ്ട്. സുദീപ് ആരെ പേരിട്ടാലും ആ പ്ലെയർ ആ ടീമിലുണ്ടായിരുന്നു. അതാണ് ചോദിച്ചത്. കർക്കസിനെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ ടീമിന്റെ പേര് മാറ്റും. ഇപ്പൊ തൽക്കാലം കർക്കസിന്റെ പേരാണ്. പിന്നെ ഞാൻ എന്റെ ടീമിൽ ഞാൻ പിന്നെ എടുത്ത ഒരു ഡിഫറെന്റ് പ്ലേയേഴ്സ് ഉള്ളത് ഓഫ്കോഴ്സ് ഡിഫറൻഷ്യൽസ് ആയിട്ട് ഹിൻഷൽവുഡിനെ എടുത്തു, ജസ്റ്റിനെ എടുത്തു. ഹിൻഷൽവുഡ് ഞാൻ ബ്രൈറ്റന്റെ റീഡിംഗ് ഫോം ഒക്കെ വിശദമായിട്ട് നോക്കിയിട്ടോ. അപ്പൊ അതിൽ കണ്ടത് ഹിൻഷൽവുഡ് ആണ് അവരുടെ ഒരു ബോക്സിലേക്ക് കയറി ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന പ്ലെയർ. പക്ഷെ ഇപ്പൊ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവര് പ്രോമിസിനെ മേടിച്ചിട്ടുണ്ട്, പ്രോമിസ് ഡേവിഡ് സ്ട്രൈക്കർ മേടിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ റൂട്ടർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു സിമിസ് വരുന്നവരെ. അപ്പോ ഡെഫിനറ്റ്ലി ഹിൻഷൽവുഡ് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ചു. ഈ സീസണിൽ കുറച്ചും കൂടി ബെറ്റർ ആവും, ഗോൾ ഉണ്ടാവും, അസിസ്റ്റ് ഉണ്ടാവും. വേറെ ആർക്കും ആ പ്ലെയർ ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം എനിക്ക് മാത്രം പോയിന്റ്സ് തരുന്ന പ്ലെയർ ആയിട്ട് ഹിൻഷൽവുഡ് മാറും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ ജസ്റ്റിൻ ഇതുപോലെ ജസ്റ്റിൻ വിങ് ബാക്ക് ആയിട്ട് കളിക്കണേ, അറ്റാക്ക് ചെയ്ത് കളിക്കണേ. ലീഡ്സ് കുറച്ചും കൂടി നന്നായിട്ട് കഴിഞ്ഞ സീസണിലെ ഫോം അതേ ടീമൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ. വിൽസൺ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജസ്റ്റിന് കുറച്ചുകൂടി അറ്റാക്കിംഗ് വൈസ് പോയിന്റ്സ് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വാൻഹെക്കെ ഉണ്ട്. വാൻഹെക്കെ ഓഫ് കോഴ്സ് ഡെഫ്കോണിന് വേണ്ടി എടുത്ത പ്ലെയർ, ആകെ എടുത്ത പ്ലെയർ അത് മാത്രം ഡെഫ്കോണിന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചുകൂടി അറ്റാക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള ടീമാണ് ഇത്. അത് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. മറ്റേത് വിരോധമുണ്ടോ? അങ്ങനെയല്ല. കാര്യം അതാണ് കുറച്ച് വൈഡ് ഓപ്ഷൻസ് ആക്കിയല്ലോ. ചിലർക്ക് വേണമെങ്കിൽ ഡെഫ്കോണിന്റെ ബെന്നിൽ പോവാം, ചിലർക്ക് അറ്റാക്കിംഗ് ക്ലാസിക് FPL നമ്മളൊക്കെ പഴയ ജനറേഷൻ ആണല്ലോ. പണ്ടൊക്കെ കളിച്ചിരുന്ന ആൾക്ക് നാച്ചുറലി അറ്റാക്കിംഗ് റിട്ടേൺസ് കിട്ടുന്ന പ്ലേയേഴ്സിനോട് ഒരു എന്താ പറയാ ഒരു താല്പര്യം തോന്നും. അത് കാരണം മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നമ്മൾ ജെൻസി മൈൻഡ് സെറ്റ് അല്ല അതിൽ. അത് കാരണം അതങ്ങനെയാണ് വെച്ചു. ഡെഫ്കോണല്ല നമ്മൾ അറ്റാക്ക് ചെയ്യുക. ആർട്ടേട്ടൻ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യാണ് എല്ലാ ലീഗും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇസാക്ക് 60-70 മിനിറ്റില് ഹാംസ്ട്രിങ് വലിഞ്ഞു പോയാൽ എന്താണ് പ്ലാൻ? FPL ഷോയിൽ ഞാൻ ലിവർപൂൾ ഫാൻ അല്ല. എന്താ ചെയ്യാ, ട്രാൻസ്ഫർ ചെയ്ത് പുറത്താക്കും. അല്ലാണ്ട് എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് ആക്ച്വലി ജസ്റ്റിന്റെ പിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതിനാണ് ക്ലാപ്പ് ചെയ്തല്ലേ. ഇതില് ഹിറ്റ് ആവുന്ന പിക്ക് എനിക്കാണ്. വിവേക് സുദീപിന്റെ ടീം കണ്ടിട്ട് ഭയങ്കര ക്ലാപ്പിംഗ് ആയിരുന്നു. എന്ത് പറ്റി വിവേക്? നല്ല എനിക്ക് ആക്ച്വലി ടീം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇത് യൂസ് ചെയ്യോ വിവേക്? യൂസ് ചെയ്യോ ഇത്? ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യോ? ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഈ ടീം എടുക്കുകയില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. എന്റെ ടീം ഓക്കെ. ഇത് വിവേക് ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള, ഇതാണ് ഒറിജിനൽ ടീം? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അങ്ങനെയൊക്കെ ചോദിക്കാമോ? ഒരു പോഡ്കാസ്റ്റില്ലേ ഇത്? നമുക്ക് എന്റെ ടീം ഇത് നമ്മളെയും യുഎസിനെയും പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെറും ഡ്രാഫ്റ്റ് മാത്രമാണ്. വിവേക് നാളെ മറ്റന്നാ ടീമിന്റെ മധ്യത്തിൽ പകുതി പ്ലേയേഴ്സ് ഉണ്ടാവില്ല, കണ്ടോ? അതെ അതെ, ഇതെന്റെ സ്വന്തം ടീമാണ്. ഷോബോലീഷ്യസ്. പക്ഷെ ഷോബോസ്ലായ് ഇല്ല. ഷോബോസ്ലായിനെ ഞാൻ കൊണ്ടുവരും. പക്ഷെ ഷോബോസ്ലായുടെ എനിക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണെന്ന് കാണണം. ഷോബോസ്ലായുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താ സംശയമൊന്നുമില്ല, മിഡ്ഫീൽഡിലായിരിക്കും. മിഡ്ഫീൽഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ബോക്സ് ടു ബോക്സ് റോൾ തന്നെ ആയിരിക്കും. പക്ഷെ പുള്ളി ഇസാക്ക് എഗെയിൻ സുദീപ് എന്തായാലും ഇസാക്കിനെ എടുത്തോണ്ട് ഇസാക്ക് എന്തായാലും ഒരു 50-60 മിനിറ്റ് ആകുമ്പോൾ കയറിപ്പോകും. അപ്പൊ എന്തായാലും സുബോസ്ലാക്ക് പെനാൽറ്റി കിട്ടിയ സുബോസ്ല എന്തായാലും അടി. ഇല്ല, ഞാൻ ഇന്നാളൊക്കെ കണ്ടപ്പം സുബോസ്ലൈനെ കുറെ ആൾക്കാര് എടുക്കുന്നില്ല, ലൈക്ക് റിമൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു റിമൂവ് ചെയ്യുന്നുള്ള ആ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം ഷോബോസ്ലൈൻ എടുക്കാത്ത. ഓക്കെ, അപ്പൊ സോബോസ്ലൈ ഇല്ലാണ്ടുള്ള ടീമിന്റെ പേര് മാറ്റണ്ടേ? ഇപ്പോ
ഏയ് അത് പറ്റൂല, അങ്ങനെ മാറ്റാൻ പറ്റൂല. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, FPL കളിച്ചു തുടങ്ങിയപ്പോ ഞാൻ ക്യാൻറ്റാനെ എടുക്കുമായിരുന്നു എപ്പോഴും ആ ഒരു ടൈമുകളിലൊക്കെ. പക്ഷെ ഞാൻ ഇപ്രാവശ്യം അതുകൊണ്ട് എനിക്ക് ഷോബോസ് ലൈൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഷോബോസ് ലൈന് റിട്ടേൺസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺസ് കിട്ടാൻ ഇത്തവണ ചാൻസ് കുറവാണ്. കാര്യം ഒന്ന് കുറച്ച് ഇറങ്ങിയ കളിക്കണേ, കാരണം നമ്പർ 10 പൊസിഷനിൽ ബേർഡ്സ് ആണ് കളിക്കുന്നത്. മറ്റേത് അസിസ്റ്റുകളും ഒക്കെ മറ്റേ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ അസിസ്റ്റുകൾ കിട്ടിയിരുന്നു. മിഡ്ഫീൽഡ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കളിക്കുമ്പോൾ അസിസ്റ്റുകൾ കിട്ടിയിരുന്നു. ഇടയ്ക്ക് ഗോളുകൾ ഉണ്ടാവും, ഒരു 5 ഗോളൊക്കെ ടോട്ടൽ അടിക്കാൻ ചാൻസ് ഉണ്ട് പ്രീമിയർ ലീഗില്. അത് ഫ്രീ കിക്സ് എന്നായിരിക്കും കൂടുതൽ. 5 എനിക്ക് തോന്നല്ലേ കഴിഞ്ഞ സീസണിലെ പോലെ ഒരു ഇത് കിട്ടുന്നത്. കാരണം അറ്റാക്ക് ചെയ്യാൻ മറ്റു പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ബാർക്കോളയും കൂടി വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും അത് ഷെയർ ചെയ്യുക. 5 ഗോളും അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. ഈവൻ ഫ്രീ കിക്സ് ഓർമ്മടിക്കും. ഇപ്പൊ സത്യം പറയാലോ, ഞാൻ ഷോബോസ് ലൈന് ടീം എടുത്തത് പേടിച്ചിട്ടാണ്. കാരണം ബാക്കി 70% എന്തോ പ്ലേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വീക്കിലൊന്നും എല്ലാം കൊണ്ട് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഷോബോസ് ലൈൻ എങ്ങനെ ഒരു ഗോൾ അടിച്ച് ഒരു 12 ഡെഫ്കോൺ അടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പോൾ പിന്നെ 5 മില്യൺ ആയിരിക്കും സെക്കൻഡ് വീക്കിലെ റാങ്ക്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3-4 വീക്ക് ഇങ്ങനെ കുറച്ച് ഹൈലി ഓൺഡ് പ്ലേസിനെടുത്ത് ഇങ്ങനെ സേഫ് ആയിട്ട് കളിച്ച് ഒരു ഈ പറഞ്ഞ സുദീപ് എടുത്ത ഒരു 4-5 ഡിഫറൻഷ്യലിനെ എടുത്ത് കളിച്ചാലാണ് കുറച്ചും കൂടി സേഫറായി കളിക്കാൻ പറ്റുകയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമേ ഞാൻ ഷോബോസ് ലൈൻ എടുത്തത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നല്ല. അടുത്ത ടീം എന്റെ ടീമാണ്. ഈ ടീം കണ്ടിട്ട് ടു ബി ഓണസ്റ്റ് നിങ്ങളെ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും സംഭവം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ടീം ഇടുന്നത് ഒന്നെങ്കിൽ എന്റെ ബ്രദറിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ വിവേകിനോട് ചോദിച്ചിട്ട്, ഇല്ലെങ്കിൽ അബീനോട് ചോദിച്ചു. മുമ്പൊക്കെ അബീനോടായിരുന്നു. അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചിട്ടുള്ള ടീമാണ് ഞാൻ ഇടല. എനിക്ക് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ ഇന്നും അതേപോലെ അല്ലെങ്കിൽ യൂട്യൂബ് ട്വിറ്ററൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കിയുള്ള ഒരു ടീമാണ് എന്റേത്. ഇത് കുറച്ചും കൂടി വർക്ക് ചെയ്യാണ്ട്. ഇതാണ് എന്റെ ടീം. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്, ഇതില് ഉള്ള പ്ലേസ് ഒക്കെ നിങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പ്ലേസ് ഒക്കെ തന്നെയല്ലേ. ഇപ്പൊ ഇനിയിപ്പോ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഫമ്മുന് ഇത്തിരി എളിമ കണ്ട. ഫമ്മു എല്ലാ ആഴ്ചയിലും ടോപ്പ് 3 ഉണ്ടാവും. സീസൺ അവസാനം കഴിഞ്ഞ 3 സീസണായിട്ട് ഞാൻ കണ്ട് ഫമ്മു ടോപ്പ് 3 എല്ലാ ആഴ്ചയും. നിങ്ങളൊക്കെ എല്ലാരും നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ആൾക്കാരെ. എനിക്ക് അങ്ങനെയല്ല, എനിക്കൊരു ടീം ഉണ്ട് ഇത് കളിക്കാൻ വേണ്ടിട്ട്. ഒബ്വിയസ് ആയിട്ട് അങ്ങനെ വരുന്നതാണ്. എല്ലാരും ഇങ്ങനെ എല്ലാ ബിഗ് ഹിറ്റേഴ്സ് പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട് ഓൾറെഡി. ടെംപ്ലേറ്റ് ആണ്, ഫോർവേഡ് ടെംപ്ലേറ്റ് ആണ് ഇത്. യൂട്യൂബിലൊക്കെ ഓടുന്ന ഒരു ടെംപ്ലേറ്റാ. അതെ. അല്ല, മിക്കവാറും നമ്മൾ തന്നെ മിത്രന്റെ ടീമാണോ ഏതോ ടീമും ഇതുപോലെ തന്നെയാണല്ലോ കണ്ടത്. മിത്രന്റെ ടീം ആദ്യം കണ്ടപ്പോ ഞാൻ ടീമാണോ? എന്റെ ടീമിന്റെ മിക്സും മിത്രന്റെ ടീമിന്റെ മിക്സും ആണ്. അതെ അതെ അതെ. പിന്നെ സോളിസിനെ കുറിച്ച് എനിക്ക് ഉറപ്പില്ല എന്നുള്ളത്. കാരണം അവരെ ഇനി ആരെങ്കിലും സൈൻ ചെയ്യുമെന്ന് 1% ഉണ്ടായിരുന്നത് ഇപ്പൊ 25-30% ആൾക്കാർ എടുത്തു കണ്ടപ്പോഴത്തേക്കൊന്ന് കയറ്റിയതാണ്. കാരണം വാല്യൂം അത്രേ ഉള്ളൂ, വില കുറവല്ലേ. കുറച്ചും കൂടി വർക്ക് ചെയ്യാണ്ട്. അതെ അതെ. അത് നല്ല അറ്റാക്കിംഗ് റിട്ടേൺസ് എന്തായാലും ആദ്യത്തെ കുറച്ച് ഗെയിമിങ്സ് നല്ല അറ്റാക്കിംഗ് റിട്ടേൺസ് കിട്ടും എന്തായാലും. ഷോർട്ട് ടേം നല്ല ഓപ്ഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. ആഴ്സണലില് കഴിഞ്ഞ സീസണില് 3 പേര് 2 പേരൊക്കെ ഡിഫൻസിൽ എടുത്തിരുന്നില്ല എല്ലാരും. ഇപ്രാവശ്യം പ്രീ സീസൺ ഫോം കണ്ടിട്ട് ഒരാളെയൊക്കെ മതി എന്നൊക്കെ പറയുന്ന ഇല്ല, ആരും എടുക്കൂലാറാണ്. കമ്മ്യൂണിറ്റി ഷീൽഡ് കഴിഞ്ഞതും ഇപ്പം എവിടെ നോക്കിയാലും മിനിമം 2 ആഴ്സണൽ ഡിഫൻഡേഴ്സും സോളിസും ടീമിലുണ്ട്. ഓവർനൈറ്റ് സോളിസ് വലിയ സ്റ്റാറായി FPL. ഈ ഡിഫൻസിൽ തന്നെയാണ്. ഞാൻ ആക്ച്വലി എന്റെ ഇതിനു മുമ്പത്തെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡ്രാഫ്റ്റില് ഗാർഡിയോള ആയിരുന്നു എന്റെ. അത് മാറ്റി കാലിഫ്യൂറി ആക്കി. കാരണം അങ്ങനെയാണ് ആർസണലിന്റെ ഡിഫൻസ് എന്നുള്ള രീതിയിൽ. പിന്നെ എന്തായാലും ടീമുകള് എനിക്ക് തോന്നുന്നത് കണ്ട ടീമുകളിൽ എന്റെ ടീമാണ് കിടലൻ ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ തന്നെ ദീപിന്റെ വാക്ക് അതേപോലെ പോട്ടെ. വിവേകിനെ കണ്ടിട്ട് ആരുടെ ടീമാ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? വിവേക് ആണല്ലോ ഇവിടെ മെയിൻ. വിവേകിന്റെ ഒറിജിനൽ ടീം ഉള്ളതുകൊണ്ട് വി ക്യാൻ കീപ് ഇറ്റ് ലൈക്ക് എ സൈഡ്. അതല്ലാണ്ട് ഏതാണ് ബെറ്റർ ടീം? ഇപ്പം എങ്ങനെയാ പറയുക, ഇപ്പം ആ വീക്കെൻഡ് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല ഏതാ ബെറ്റർ ടീം എന്ന്.
ആരാ ഏറ്റവും നല്ല പോയിന്റ് ഇട്ടിട്ട് കണ്ടിട്ട് വിവേക് പറയും എന്നാണ് വിവേക് പറയുന്നത്. അതെ എനിക്ക് ഇഷ്ടപ്പെട്ട് സുദീപിന്റെ ആ 2-3 പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെമിനിയോനെ എടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല. മിത്രന്റെ ആണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ബെറ്റർ. അയ്യോ തീർന്നു. വിവേക് ജിം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാട്ടോ. ഞാൻ ഒരു 4 ആളെ കളഞ്ഞിട്ട് വരാം. ഇത്രയും കാര്യം നോക്കുമ്പം ഇതിൽ നമ്മൾ പ്രാവശ്യത്തെ FPL നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്ക്. പൈസ ഇട്ട് കളിക്കരുത്. അതൊരു വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ്. ധനനഷ്ടം, മാനഹാനി. നമ്മൾ ക്ലോസ് ഫ്രണ്ട് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതിലും പുറത്ത് പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ കുറെ ഇഷ്ടംപോലെ ലീഗ്സ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാനൊരു ലീഗിൽ ചേർന്നിട്ട് പൈസ കൊടുത്ത് പിന്നെ കൊടുത്ത പൈസ പോലും എനിക്ക് തിരിച്ചിട്ടില്ല. ഞാൻ ടോപ്പോ മറ്റോ ആയിരുന്നു, എന്നിട്ട് പോലും എനിക്ക് പൈസ തിരിച്ചിട്ടിട്ടില്ല, മുങ്ങി. സോ അതൊക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കാം പെയ്ഡ് ലീഗിലൊക്കെ ചേരുമ്പോഴത്തേക്കും. ടോട്ടൽ ഫോർ യു സ്കാമോ, FPL ഫോർ യു സ്കാമോ. പക്ഷെ ആ സമയത്ത് കുറെ ലീഗിൽ പൈസ കിട്ടിയ കാരണം കുറച്ച് പൈസ പോയുള്ളൂ തോന്നുന്നു. പല ലീഗിൽ നിന്നും കുറെ പൈസ കിട്ടിയതല്ലേ. അതെ. പിന്നെ എനിക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മളെല്ലാവരുടെ ടീമും നമ്മളിവിടെ കാണിച്ചു. ഇപ്പോ എല്ലാവരും തട്ടിപ്പ് കാണിക്കണ്ടോ, കള്ളത്തരം ഉണ്ടാവും എല്ലാവരുടെ ഉള്ളില്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോ ഡെഡ് ലൈൻ ഉണ്ട്, അതിന് മുമ്പ് ടീമൊക്കെ മാറ്റാം. പക്ഷെ അടുത്ത ആഴ്ച ഇതല്ല അവസ്ഥ. എല്ലാ ടീമും മാറ്റാൻ പറ്റില്ലല്ലോ, 1-2 പ്ലേയേഴ്സിനെയൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ടീം കാണിക്കുന്നൊരു സാറുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് നിവർത്തിയില്ല. നമ്മള് ഞങ്ങളുടെ ടീമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ആ രീതിയിലാണ് ഇതിന്റെ സുദീപ് തീരറ്റ് പോഡ്കാസ്റ്റ് ലീഗിൽ ചേർന്നാലുള്ള പ്രൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജേഴ്സിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ടീം. ഇപ്പോ നമ്മുടെ പോഡ്കാസ്റ്റും എല്ലാ ഫാൻസും കാണുന്നുണ്ടാവും. ഇപ്പോ ലിവർപൂളിന്റെ എന്നല്ല, ഏത് ടീമിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ജേഴ്സി ഏതാണോ അത് നമ്മൾ തരുന്നതായിരിക്കും, പേഴ്സണലൈസ് ചെയ്തിട്ട്. പിന്നെ നമ്മള് ചിലപ്പോ TRP വലിയ ചാനലായി നമുക്ക് വേണമെങ്കിൽ ഒരു തായ്ലൻഡ് ട്രിപ്പ് വരെ ആലോചിക്കാം വിന്നേഴ്സിന്. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 50K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആക്കും. അപ്പൊ നമ്മള് പ്രൈസ് മാറ്റം. അതുപോലെ തന്നെ ജേഴ്സി കൊടുക്കുകയാണെങ്കിൽ ഏത് ക്ലബ് ഫാൻസ് ആണെങ്കിലും ലിവർപൂൾ ജേഴ്സി ആണോ കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താ ഉറപ്പല്ലേ? നല്ലൊരു ആശയമാണല്ലേ. നമുക്ക് നോക്കാം. നമുക്ക് യുണൈറ്റഡ് ഫാൻസ് ആണെങ്കിൽ ലിവർപൂളിന്റെ ജേഴ്സി കൊടുക്കാൻ വേണമെങ്കിൽ, ലിവർപൂൾ ഫാൻസ് ആണെങ്കിൽ യുണൈറ്റഡ് ജേഴ്സി കൊടുക്കാം. അല്ലെങ്കിൽ ആർസനലിന്റെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി, ആർസനൽ ജേഴ്സി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നും. ആർസനലിലെ ചാമ്പ്യൻസ്. അത് നമുക്ക് അങ്ങനെ ആർസനൽ ജേഴ്സിയിൽ വേണമെങ്കിൽ നമുക്ക് ബാർക്കോള എഴുതാം. യുണൈറ്റഡ് ജേഴ്സിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ രസമായിട്ട് കൊടുക്കാം. നല്ല ഐഡിയ. എനിക്ക് ഈ സീസണിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുള്ളൂ. ഞാൻ കഴിഞ്ഞ 2-3 സീസണായിട്ട് കുറച്ച് കൊണ്ടുവരാൻ നോക്കണം. ഞാൻ മുമ്പ് മറ്റേ -8, -16, -12 ഒക്കെ സ്ഥിരം എടുത്തിരുന്നു, ബോറടിക്കുമ്പോഴൊക്കെ എടുത്തിരുന്നു. കഴിഞ്ഞ സീസണിലാണ് ഞാൻ കുറച്ച് നെഗറ്റീവ്സ് കുറവെടുത്തത്. ഈ സീസണിൽ കടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് എടുക്കാതെ സീസൺ പൂർത്തിയാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇനി സുദീപ് ഇങ്ങനെ പറഞ്ഞു എന്റെ ടീമിന്റെ അവസ്ഥ എന്താവും നമുക്ക് പറയാൻ പറ്റും. അതെ. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. 1-2 ചെറിയ കാര്യങ്ങൾ നമ്മൾ വരുത്താൻ പോകുന്ന മിസ്റ്റേക്സ് പോലത്തെ മിസ്റ്റേക്സ് എന്ന് പറയാൻ വേണമെങ്കിലല്ല. ഒന്ന്, ഈ പറഞ്ഞ പോലെ അറിയാണ്ട് വൈൽഡ് കാർഡ് അല്ലാണ്ട് ചുമ്മാ ഈ ട്രാൻസ്ഫേഴ്സ് -16, -20 ഒക്കെ ആക്കി വൈൽഡ് കാർഡ് ഞങ്ങൾക്ക് മറന്നു പോകുന്ന അവസ്ഥ നമ്മുടെ ലീഗിലുണ്ടായിട്ടില്ല. അങ്ങനെ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്രൈസ് റൈസ്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പ്രൈസ് കൂടി വരിക. ചില പ്ലേസ് നന്നായിട്ട് കുറെ ആൾക്കാർ മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് കൂടും. ചിലര് സെല് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഉദാഹരണത്തിന് ഗബ്രിയൽ പലരുടെ ഉണ്ട്. ഗബ്രിയൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൈസ് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അത് കാരണം അങ്ങനെയൊക്കെ വരും. അതല്ലാണ്ടുള്ള കാരണം കൊണ്ട് ഒരു കളി ഗോൾ അടിച്ചില്ല എന്ന് വെച്ച് പ്രൈസ് കുറയും എന്ന് വിചാരിച്ച് നിങ്ങൾ പെട്ടെന്ന് നേരത്തെ സെല് ചെയ്ത് അബദ്ധം കാണിക്കരുത് എന്നുള്ള ഒരു സാധനം അതെനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം അങ്ങനെ പ്രൈസ് റൈസും പ്രൈസ് ഡ്രോപ്പും FPL സൈറ്റില് റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതപ്പോ എല്ലാവർക്കും ഫോളോ ചെയ്യാം. വേറെ സൈറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു തേർഡ് പാർട്ടി സൈറ്റ്സ് അപ്പൊ ഫോളോ ചെയ്യണ്ടല്ലേ?
തേർഡ് പാർട്ടി സൈറ്റ്സ് ഇത്തവണ ഫോളോ ചെയ്യേണ്ട ആവശ്യം കുറവായിരിക്കും. ഈവൻ ടീം റേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവര് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് തന്നെ തെറ്റായിരുന്നു പലപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ. പിന്നെ അതുപോലെ റിയൽ ടൈം സ്കോർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും എടുക്കാറ്. അതും ഇത്തവണ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത്തവണ റിയൽ ടൈമിൽ ഇവര് അതായിരുന്നു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. നമുക്ക് റിയൽ ടൈം സ്കോർ അറിയാൻ പറ്റില്ലായിരുന്നു മുമ്പൊക്കെ. FPL വഴി കഞ്ഞി കുടിച്ചിരുന്ന കുറെ പേര് ഇതോടുകൂടി ബുദ്ധിമുട്ടും. കാരണം FPL ആപ്പ് അല്ലെങ്കിൽ FPL സൈറ്റ് കൂടുതൽ FPL കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരെടുത്തുനിന്ന് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും. അവർ കുറെ നല്ല ബുദ്ധി ഐഡിയ വെച്ചിട്ട് നല്ല സൈറ്റ് തുടങ്ങും. FPL ആ സൈറ്റ് ഐഡിയ എടുത്ത് FPL സൈറ്റ് മെച്ചപ്പെടും. അതാണ് FPL ചെയ്യുന്നത്. ഒറ്റ കാര്യങ്ങൾ വീണ്ടും പറയാം, ഞങ്ങൾ എക്സ്പേർട്സ് അല്ല. നിങ്ങൾ കേട്ടില്ല ഇത്ര നേരം നമ്മൾ പറയുന്ന പോലെ ഒന്നും ടീം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സ്, നിങ്ങൾ ഗോൾ അടിക്കുമെന്ന് വിചാരിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ വെച്ച് ടീം ഉണ്ടാക്കിയാൽ മതി. ഞങ്ങളെ ചീത്ത പറയുന്നത് കമന്റ്സിൽ വന്നിട്ട് നിങ്ങൾ ഈ പ്ലെയർ നല്ലതാന്ന് പറഞ്ഞു, അത് കാരണം ഹിംഷൽ ഗുഡ് അടിപൊളിയാന്ന് പറഞ്ഞു, അത് കാരണം ഞാനെടുത്തു മൂഞ്ചിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പറയരുത്. ഞങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാരെ. അതെ, അപ്പം നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാനുള്ള ടൈമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തീരഡ് പോഡ്കാസ്റ്റ് ലീഗിൽ ജോയിൻ ചെയ്യുക. കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ FPL പോഡ്കാസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എൻ്റെ താഴെ ഫിനിഷ് ചെയ്യട്ടെ ലീഗലി കൊല്ലം. എല്ലാ വ്യാഴാഴ്ചകളും എല്ലാ തേഴ്സ്ഡേയ്സ് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക. ബൈ. See you. Bye.